ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതി ഓപ്പറേഷൻ ഡെമോ. നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം ശംഖുമുഖത്ത് പടക്കപ്പലുകളുടെയും പോർ വിമാനങ്ങളുടെയും അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറിയത്. INS വിക്രാന്തും MiG-29 വിമാനങ്ങളും അഭ്യാസ പ്രകടനങ്ങൾക്ക് കരുത്തേകി. ചോളരാജ്യ പാരമ്പര്യം മുതൽ കുഞ്ഞാലി മരയ്ക്കാർ വരെ നീളുന്നതാണ് നാവിക പാരമ്പര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. നാവികസേനയുടെ ഭാഗമായ സീ കേഡറ്റുകളുടെയും കേരളത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന കലാപരിപാടികളോടെയും ചടങ്ങുകൾക്ക് തുടക്കം. വിമാനത്താവളത്തിൽ നിന്നും 4:30 ശംഖുമുഖം തീരത്തേക്കെത്തിയ രാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരണം. അതേസമയം കടലിൽ നിന്നും ഇന്ത്യയുടെ സർവ്വസൈന്യാധിപതിക്ക് INS കൊൽക്കത്തയുടെ ഗൺ സല്യൂട്ട്. ശംഖുമുഖത്തേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങളെ സാക്ഷിയാക്കി MH-60R ഹെലികോപ്റ്ററുകൾ രാഷ്ട്രപതിക്ക് ആകാശത്തു നിന്നും സല്യൂട്ട് നൽകി. പിന്നാലെ പോർമുഖത്തെ നാവികസേനയുടെ പ്രവർത്തനങ്ങൾ പുനരാവിഷ്കരിച്ച് അഭ്യാസ പ്രകടനങ്ങൾ. നടുക്കടലിൽ നിന്നും MiG-29 യുദ്ധവിമാനമുയർത്തി ഇന്ത്യയുടെ അഭിമാനമായ INS വിക്രാന്ത്. ചേതക് ഹെലികോപ്റ്ററുകളും ബോംബർ ജെറ്റുകളും അന്തർവാഹിനിയും പായ്ക്കപ്പലുകളുമെല്ലാം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതി. സൂപ്പർ പവറായി ഇന്ത്യൻ നാവികസേന മാറിയെന്നും ചോളരാജ്യ പാരമ്പര്യം മുതൽ കുഞ്ഞാലി മരയ്ക്കാർ വരെ നീളുന്നതാണ് രാജ്യത്തിന്റെ നാവിക പാരമ്പര്യമെന്നും ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. Our maritime legacy is not now. It flows from our civilizational memory, from the Chola and Chera fleets, from Chhatrapati Shivaji Maharaja to Kunjali Marcos. Kerala has a proud maritime heritage. Its warriors defended the coast against European invasion in the 16th century. നാവികസേനയുടെ പടക്കപ്പലുകളും പോർ വിമാനങ്ങളും ഒരുക്കിയ അഭ്യാസ പ്രകടനങ്ങൾക്ക് സാക്ഷിയാകാൻ 10,000-ങ്ങളാണ് ശംഖുമുഖത്തേക്ക് ഒഴുകിയെത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.